എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് LDC LGS പരീക്ഷയ്ക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ വരാൻ പോകുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ആനുകാലികവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് 19ാമത് ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കേരള PSC നടത്താൻ പോകുന്ന LDC LGS പരീക്ഷയിൽ അതോടൊപ്പം തന്നെ ഈ ഒരു സിലബസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് 20ഓളം ചോദ്യങ്ങൾ ചോദിക്കുമെന്നും ഒപ്പം സ്പോർട്സ് എന്ന് പറയുന്ന മേഖല പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് മേഖലകളിലും ഈ പറഞ്ഞ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം 19ാമത് ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 19ാമത് ഏഷ്യൻ ഗെയിംസ് 2022 എന്നാണ് ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത്. എന്നാൽ ഈ ഒരു ഏഷ്യൻ ഗെയിംസ് നടന്നിരിക്കുന്നത് 2023 കാര്യം ഓർത്തിരിക്കുക. ഏഷ്യൻ ഗെയിംസ് അറിയപ്പെടുന്നത് 19ാമത് ഏഷ്യൻ ഗെയിംസ് 2022 എന്നാണ്. 2022 ഈ ഒരു ഏഷ്യൻ ഗെയിംസ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. പക്ഷെ കോവിഡിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ അത് 2023 മാറ്റിവെക്കുകയായിരുന്നു. 19ാമത് ഏഷ്യൻ ഗെയിംസ് 2022. അപ്പൊ 2023 നടന്നത് എത്രാമത് ഏഷ്യൻ ഗെയിംസ് ആണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 19ാമത് ഏഷ്യൻ ഗെയിംസ് ആണ്. നമുക്കറിയാം 1951 ആദ്യമായിട്ട് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. അത് നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ന്യൂഡൽഹിയിലാണ്. കേരള PSC പരീക്ഷയിൽ എത്രയോ തവണ ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത് 1951 നടന്നത് എവിടെ വെച്ചാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതാരെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഈ പോയിന്റുകളെല്ലാം തന്നെ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്തൊന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് 19ാമത്തെ ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഫാക്റ്റുകളിൽ ഒന്നാമത്തെ നമ്മൾ പരിചയപ്പെട്ടു. എത്രാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ്? 19ാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ്. ഈ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് 2023 സെപ്റ്റംബർ മാസം 23-ാം തീയതി മുതൽ ഒക്ടോബർ മാസം 8-ാം തീയതി വരെയാണ്. അപ്പോൾ ഏഷ്യൻ ഗെയിംസ് 2023 നടക്കുന്നത് സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ മാസം 8-ാം തീയതി വരെയാണ്. എവിടെ വെച്ചിട്ടാണ് ഏഷ്യൻ ഗെയിംസ് നടന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ചൈനയാണ്. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിൽ വെച്ചിട്ടാണ്. ചൈനയിൽ എവിടെ വെച്ചാന്ന് ചോദിച്ചാൽ ഹാങ്സോ എന്ന് പറയുന്ന നഗരത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു ഏഷ്യൻ ഗെയിംസ് നടന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ആണെങ്കിൽ പരീക്ഷയിൽ ചൈനയ്ക്ക് പകരമായി നേരിട്ട് ഹാങ്ഷോ, ബീജിംഗ് എന്നൊക്കെ ഓപ്ഷനിൽ തരാം. അപ്പോൾ കൃത്യമായിട്ട് അവിടെ അറിഞ്ഞിരിക്കുക 19ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ചൈനയിൽ വെച്ചിട്ടാണ്. ചൈനയിൽ ഹാങ്ഷോ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഏഷ്യൻ ഗെയിംസ് നടന്നിരിക്കുന്നത്. ചൈന എത്രാമത്തെ ഏഷ്യൻ ഗെയിംസിനാണ് ആതിഥേയത്വം വഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 3ാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ്. 1951 ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചപ്പോൾ ആ ഏഷ്യൻ ഗെയിംസ് നടന്നത് നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടാണ്. 2023 ഏഷ്യൻ ഗെയിംസ് നടന്നപ്പോൾ അത് ചൈനയിൽ വെച്ചിട്ടാണ്. ഇവിടെ ചൈന ആതിഥേയത്വം വഹിക്കുന്ന 3ാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ്. ഇതിനു മുമ്പ് 1990-ലും 2010-ലും ഏഷ്യൻ ഗെയിംസ് എവിടെ വെച്ച് നടന്നിട്ടുണ്ട്? ചൈനയിൽ വെച്ച് നടന്നിട്ടുണ്ട്. 1990, 2010, ഇപ്പോൾ 2023. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട പ്രധാനപ്പെട്ട ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറേ പോയിന്റുകളാണ് തുടക്കത്തിൽ നമ്മൾ പഠിച്ചത്. ഇനി 19ാമത്തെ ഏഷ്യൻ ഗെയിംസിലെ മെഡൽ പട്ടികയിലേക്ക് വരുമ്പോൾ അവിടെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈനയാണ്. 19ാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ചൈനയാണ്. 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ 2-ാം സ്ഥാനത്തുള്ള രാജ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജപ്പാനാണ്. 3-ാം സ്ഥാനത്ത് വരുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ദക്ഷിണ കൊറിയയാണ്. 3-ാം സ്ഥാനത്ത് വരുന്ന രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയയാണെന്ന കാര്യം ഓർക്കുക. ഇവിടെ നമ്മൾ 19ാമത്തെ ഏഷ്യൻ ഗെയിംസ് സമാപിച്ചപ്പോൾ മെഡൽ പട്ടികയിലേക്ക് വരുമ്പോൾ അവിടെ 1-ാം സ്ഥാനത്ത് ചൈന, 2-ാം സ്ഥാനത്ത് ജപ്പാൻ, 3-ാം സ്ഥാനത്ത് ദക്ഷിണ കൊറിയ. പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 4-ാം സ്ഥാനമാണ്.
19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാമതാണ്. ഇന്ത്യക്ക് ലഭിച്ച ടോട്ടൽ മെഡലുകളുടെ എണ്ണം 107 ഇതിൽ ഇന്ത്യക്ക് ലഭിച്ചത് 28 ഗോൾഡ് മെഡലും 38 വെള്ളി മെഡലും 41 വെങ്കല മെഡലുമാണ് ലഭിച്ചത്. കേരള PSC പരീക്ഷയിൽ ഇതിനു മുമ്പത്തെ പരീക്ഷകളൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ കോമൺവെൽത്ത് ഗെയിംസ് നടന്നപ്പോഴും ഒളിമ്പിക്സ് നടന്നപ്പോഴും ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചു, അതേപോലെ തന്നെ എത്ര ഗോൾഡ് മെഡൽ ലഭിച്ചു, ഇതൊക്കെ കൃത്യമായി എടുത്തു ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു പോയിന്റ് കൃത്യമായി നിങ്ങൾ പഠിച്ചു വെക്കുക. ഇവിടെ ഓർത്തിരിക്കാനായിട്ട് ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇന്ത്യക്ക് ലഭിച്ച ഗോൾഡ് മെഡലിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ നിലവിലുള്ള ടോട്ടൽ സ്റ്റേറ്റുകളുടെ എണ്ണം ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര ഗോൾഡ് മെഡൽ കിട്ടി എന്ന് ചോദിച്ചാൽ നമ്മുടെ ടോട്ടൽ സ്റ്റേറ്റുകളുടെ എണ്ണം 28 നിലവിൽ. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? 28 ഗോൾഡിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ആ 28നോട് ഒരു 10 കൂട്ടിയാൽ 38 കിട്ടും. ആ 38ലെ 3 പിടിച്ചിട്ട് 38നോട് കൂട്ടിക്കഴിഞ്ഞാൽ 41 കിട്ടും. ഇതെല്ലാം കൂട്ടിയാൽ നമുക്ക് 107 കിട്ടും. അപ്പോൾ പരസ്പരം കണക്ട് ചെയ്ത് പോയാൽ മതി. ആദ്യം നമ്മൾ ടോട്ടൽ ഇന്ത്യയുടെ സ്റ്റേറ്റ് 28, അതിനോടൊരു 10 കൂട്ടി 38, 38നോട് 38ലെ 3 കൂട്ടി 41. അപ്പോൾ ആ ഒരു ഓർഡറിൽ നമുക്ക് 28, 38, 41 എന്ന് പഠിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ ഇത് പരീക്ഷാ ഹാളിൽ നമ്മൾ ആ ഒരു ഓപ്ഷനൊക്കെ കാണുന്ന സമയത്ത് ഈ ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഓർത്ത് വെച്ചാൽ കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ടോട്ടൽ എത്രയാണ്? 107. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ചൈനയാണ് 1ാമത് എന്ന് ഞാൻ പറഞ്ഞു. ചൈന എന്ന രാജ്യത്തിന് ലഭിച്ച ടോട്ടൽ മെഡലുകളുടെ എണ്ണം 383. 383 എന്ന ഈ ടോട്ടൽ മെഡലിൽ 201 സ്വർണവും 111 വെള്ളിയും 71 വെങ്കല മെഡലുമാണ് ലഭിച്ചത്. അപ്പോൾ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം, 1ാം സ്ഥാനത്തിരിക്കുന്ന ചൈനയ്ക്ക് ലഭിച്ച ടോട്ടൽ മെഡൽ 383. എത്ര ഗോൾഡ്? 201. എത്ര വെള്ളി? 111. എത്ര വെങ്കലം? 71. അപ്പോൾ ഓരോ പോയിന്റുകളും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ് കാണുന്ന സമയത്ത് തന്നെ അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇതിനു വേണ്ടി ഒരു സമയം നമ്മൾ കാണാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ മെഡല് അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. 19ാമത് ഏഷ്യൻ ഗെയിംസിന് നൽകുന്ന ആ മെഡല് അറിയപ്പെടുന്ന പേര് എന്ന് പറയുന്നത് ഷാൻസൂയി എന്നാണ്. 19ാമത് ഏഷ്യൻ ഗെയിംസിന് നൽകുന്ന മെഡല് അറിയപ്പെടുന്ന പേര് ഷാൻസൂയി എന്നാണ്. അപ്പോൾ ഇതൊരു ചൈനീസ് നാമമാണ്, ഷാൻസൂയി എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ലേക്ക് ആൻഡ് മൗണ്ടെയിൻ എന്നാണ്. അപ്പോൾ ഈ ഒരു ചൈനീസ് നാമത്തിൻ്റെ പേര് ലേക്ക് ആൻഡ് മൗണ്ടെയിൻ എന്നാണ്. ലേക്ക് ആൻഡ് മൗണ്ടെയിൻ എന്നാണ് ഷാൻസൂയി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ 19ാമത്തെ ഏഷ്യൻ ഗെയിംസിലെ മെഡല് അറിയപ്പെടുന്ന പേര് ഷാൻസൂയി എന്നാണ്. ഷാൻസൂയി എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ലേക്ക് ആൻഡ് മൗണ്ടെയിൻ എന്നാണ്. 19ാമത് ഏഷ്യൻ ഗെയിംസിലെ ഔദ്യോഗിക ചിഹ്നം ചോദിക്കുകയാണെങ്കിൽ 19ാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നത് സ്മാർട്ട് ട്രിപ്ലെറ്റ്സ് എന്നറിയപ്പെടുന്ന 3 റോബോട്ടുകളാണ്. 19ാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നത് സ്മാർട്ട് ട്രിപ്ലെറ്റ്സ് എന്നറിയപ്പെടുന്ന 3 റോബോട്ടുകളാണെന്ന് കാര്യം ഓർക്കുക. 3 റോബോട്ട്സുകളാണ് 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൻ്റെ ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഒരു ടേമാണ് സ്മാർട്ട് ട്രിപ്ലെറ്റ്സ്. 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൻ്റെ ഔദ്യോഗിക ചിഹ്നത്തെ പൊതുവെ വിളിക്കുന്നു സ്മാർട്ട് ട്രിപ്ലെറ്റ്സ് എന്ന്. ഈ സ്മാർട്ട് ട്രിപ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ 3 റോബോട്ടുകളാണ്. അപ്പോൾ ആ 3 റോബോട്ടുകൾക്കും 3 പേരുകളുണ്ട്. അപ്പോൾ ഈ 3 റോബോട്ടുകളിൽ ഒരു പേരാണ് ചെൻചൻ എന്നത്. 3 റോബോട്ടുകളിൽ ഒരു പേരാണ് ചെൻചൻ എന്നത്. രണ്ടാമത്തെ റോബോട്ടിന് നൽകിയിരിക്കുന്ന പേര് കോങ്കോങ് എന്നാണ്. രണ്ടാമത്തെ റോബോട്ടിൻ്റെ പേര് കോങ്കോങ് എന്നും 3ാമത്തെ റോബോട്ടിൻ്റെ പേര് ലിയാൻ എന്നുമാണ്. 3ാമത്തെ റോബോട്ടിൻ്റെ പേര് ലിയാൻ എന്നാണ് 3ാമത്തെ റോബോട്ടിന് നൽകിയിരിക്കുന്ന പേര്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൻ്റെ ഔദ്യോഗിക ചിഹ്നം ചോദിച്ചാൽ സ്മാർട്ട് ട്രിപ്ലെറ്റ്സ് എന്നറിയപ്പെടുന്ന 3 റോബോട്ടുകളാണ്. ആ 3 റോബോട്ടുകൾക്കും നൽകിയിരിക്കുന്ന പേര് ഒന്ന് ചെൻചൻ, മറ്റൊന്ന് കോങ്കോങ്, മറ്റൊരു പേര് ലിയാൻ എന്നാണ്. 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ 3 റോബോട്ടുകൾ ഉണ്ടെന്നും ആ 3 റോബോട്ടുകളുടെ പേര് നമ്മൾ
പരിചയപ്പെടുകയും ചെയ്തു. ഈ 3 റോബോട്ടുകൾക്കും വ്യത്യസ്ത നിറങ്ങളാണ് ഉള്ളത്. ഇതിൽ ചെഞ്ചൻ എന്ന റോബോട്ടിന്റെ നിറം എന്ന് പറയുന്നത് നീല നിറമാണ്. ചെഞ്ചൻ എന്ന റോബോട്ടിന്റെ നിറം നീല നിറമാണ്. അതേപോലെ കോങ്കോങ് എന്ന റോബോട്ടിന്റെ നിറം മഞ്ഞ നിറമാണ്. അതേപോലെ ലിയാൻ ലിയാൻ എന്ന റോബോട്ടിന്റെ നിറം പച്ച നിറമാണ്. ഇവിടെ ചെഞ്ചൻ എന്ന് പറയുന്ന റോബോട്ടിന് നൽകിയിരിക്കുന്ന നീല നിറം പ്രതിനിധീകരിക്കുന്നത് ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയുമാണ്. ചെഞ്ചൻ എന്ന റോബോട്ടിന് നൽകിയിരിക്കുന്ന നീല നിറം പ്രതിനിധീകരിക്കുന്നത് ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയുമാണ്. അതേസമയത്ത് കോങ്കോങ് എന്ന റോബോട്ടിന് നൽകിയിരിക്കുന്ന മഞ്ഞ നിറം പ്രതിനിധീകരിക്കുന്നത് ഭൂമിയുടെ നിറമായിട്ടും അതോടൊപ്പം തന്നെ ബമ്പർ വിളവെടുപ്പിനെയുമാണ്. മഞ്ഞ നിറം എന്തിനാണ് പ്രതിനിധീകരിക്കുന്നത്? ഭൂമിയുടെ നിറമായിട്ടും ഒപ്പം എന്താണ് മഞ്ഞ നിറം പ്രതിനിധീകരിക്കുന്നത് ഭൂമിയുടെ നിറം ഒപ്പം എന്താണ് ബമ്പർ വിളവെടുപ്പിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതേപോലെ പച്ചനിറം ലിയാൻ ലിയാൻ എന്ന് നൽകിയിരിക്കുന്ന പച്ചനിറം പ്രതിനിധീകരിക്കുന്നത് ജീവിതത്തെയും പ്രകൃതിയെയുമാണ്. ജീവിതത്തെയും പ്രകൃതിയെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. നാം പരിചയപ്പെട്ടു 3 റോബോട്ടുകൾ സ്മാർട്ട് ട്രിപ്ലറ്റ്സ് എന്നറിയപ്പെടുന്നു. 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക ചിഹ്നമാണ്. അവയ്ക്ക് നൽകിയ പേര് ചെഞ്ചൻ, കോങ്കോങ്, ലിയാൻ ലിയാൻ എന്നാണ്. 19ാമത് ഏഷ്യൻ ഗെയിംസിലെ ചെഞ്ചൻ എന്ന റോബോട്ടിന്റെ നിറം നീല നിറമാണ്. അത് പ്രതിനിധീകരിക്കുന്നത് ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയുമാണ്. കോങ്കോങ് എന്ന റോബോട്ടിന്റെ നിറം മഞ്ഞ നിറമാണ്. അത് പ്രതിനിധീകരിക്കുന്നത് ഭൂമിയുടെ നിറത്തെയും ഒപ്പം ബമ്പർ വിളവെടുപ്പിനെയുമാണ്. ലിയാൻ ലിയാൻ എന്ന റോബോട്ടിന് നൽകിയിരിക്കുന്ന പച്ച നിറം പ്രതിനിധീകരിക്കുന്നത് ജീവിതത്തെയും പ്രകൃതിയെയുമാണ്. ഇനി ഇവിടെ നൽകിയിരിക്കുന്ന ഈ 3 പേരുകളും ചൈനയിലെ യുനെസ്കോ അംഗീകരിച്ച പൈതൃക കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇവിടെ 3 റോബോട്ടുകൾക്ക് നൽകിയിരിക്കുന്ന പേരുകൾ ചൈനയിലെ യുനെസ്കോ അംഗീകരിച്ച പൈതൃക കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ ചെഞ്ചൻ എന്ന് പറയുന്ന ഈ ഒരു പേര് ചൈനയിലെ ഗ്രാൻഡ് കനാലിന്റെ ഹാങ്ഷു വിഭാഗത്തിലെ ഘടനയായ ഗോങ്ചൻ പാലത്തിൽ നിന്നാണ് ഈ ഒരു പേര് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നു ചെഞ്ചൻ എന്ന് പറയുന്ന പേര് അത് യുനെസ്കോ അംഗീകരിച്ച ചൈനയിലെ പൈതൃക കേന്ദ്രമായ ഗ്രാൻഡ് കനാലിന്റെ ഹാങ്ഷു വിഭാഗത്തിലെ ഘടനയായ ഗോങ്ചെങ് പാലത്തിൽ നിന്നാണ് ഈ ഒരു പേര് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് ഗോങ്ചെങ് എന്ന് പറയുന്ന ആ ഒരു പാലം ഓർത്തിരിക്കുക. അപ്പോൾ അവിടെ നിന്നാണ് ഈ ചെഞ്ചൻ എന്ന് പറയുന്ന പേര് എടുത്തിരിക്കുന്നതെന്നൊന്ന് ഓർത്തു വെച്ചേക്കുക. അതേസമയത്ത് കോങ്കോങ് എന്ന് പറയുന്ന പേര് ചൈനയിലെ യുനെസ്കോ അംഗീകരിച്ച പൈതൃക കേന്ദ്രമായ ലിയാങ്ഷു നഗരത്തിലെ പുരാവസ്തു ശേഷിപ്പുകളെയാണ് സൂചിപ്പിക്കുന്നത്. ലിയാങ്ഷു നഗരത്തിലെ പുരാവസ്തു ശേഷിപ്പുകളെയാണ് സൂചിപ്പിക്കുന്നത്. ലിയാൻ ലിയാൻ എന്ന് പറയുന്ന പേര് വെസ്റ്റ് തടാകത്തെ പ്രതിനിധീകരിക്കുന്നു. ചൈനയിലെ വെസ്റ്റ് തടാകത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചൈനയിലെ ഈ പറഞ്ഞ 19ാമത്തെ ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഔദ്യോഗിക ചിഹ്നം സ്മാർട്ട് ട്രിപ്പിൾസ് ആണെന്നും ആ സ്മാർട്ട് ട്രിപ്പിൾസിനുള്ളിൽ 3 റോബോട്ടുകൾ ഉണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് പരിചയപ്പെട്ടത്. ആ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു പോകാം, കേട്ടിരിക്കുക. ഈ 3 റോബോട്ടുകളെ സ്മാർട്ട് ട്രിപ്പിൾസ് എന്ന് വിളിക്കുന്നു. ഔദ്യോഗിക ചിഹ്നം സ്മാർട്ട് ട്രിപ്ലറ്റ്സ്. ആ 3 റോബോട്ടുകൾക്ക് നൽകിയ പേര് ചെഞ്ചൻ, കോങ്കോങ്, ലിയാൻ ലിയാൻ. അവയ്ക്ക് നൽകിയിരിക്കുന്ന നിറം ചെഞ്ചന്റെ നീല നിറമാണെങ്കിൽ കോങ്കോങ്ങിന്റെ മഞ്ഞ നിറമാണ്. ലിയാൻ ലിയാന് നൽകിയത് പച്ച നിറമാണ്. ഓരോ നിറവും പ്രതിനിധീകരിക്കുന്നത് നീല നിറം ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയും പ്രതിനിധീകരിക്കുമ്പോൾ മഞ്ഞ നിറം ഭൂമിയുടെ നിറമായും ബമ്പർ വിളവെടുപ്പിനെയും പ്രതിനിധീകരിക്കുന്നു. ലിയാൻ ലിയാന് നൽകിയ പച്ച നിറം ജീവിതത്തെയും പ്രകൃതിയെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഇവിടെ നമ്മൾ കേട്ട ഈ 3 പേരുകളും യുനെസ്കോ അംഗീകരിച്ച ചൈനയിലെ പൈതൃക കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ചെഞ്ചൻ എന്ന് പറയുന്നത് ചൈനയിലെ ഗ്രാൻഡ് കനാലിന്റെ ഹാങ്ഷു വിഭാഗത്തിലെ ഘടനയായ ഗോങ്ചൻ പാലത്തിൽ നിന്നാണ് ആ ഒരു പേര് എടുത്തിരിക്കുന്നത്. ഗോങ്ചൻ, ചെഞ്ചൻ എന്ന പേര് എടുത്തിരിക്കുന്നത്. ഇനി കോങ്കോങ് എന്ന് പറയുന്ന ഒരു പേര് ലിയാങ്ഷു നഗരത്തിലെ പുരാവസ്തു ശേഷിപ്പുകളെ സൂചിപ്പിക്കുന്നതാണ്. ലിയാൻ ലിയാൻ എന്ന പേര് വെസ്റ്റ് തടാകത്തെ പ്രതിനിധീകരിക്കുന്നു. ഇപ്പൊ ചൈനയിലെ വെസ്റ്റ് തടാകത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ലിയാൻ ലിയാൻ എന്ന പേര്. അപ്പൊ ചൈനയിലെ ഈ പറഞ്ഞ 19ാമത്തെ ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ചിഹ്നവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഇത്ര നേരം പരിചയപ്പെട്ടത്. ഇനി ചൈനയിൽ വെച്ച് നടന്ന ഈ ഒരു ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക ദീപശിഖ അറിയപ്പെടുന്നത് എറ്റേണൽ ഫ്ലെയിം എന്ന പേരിലാണ്. ഔദ്യോഗിക ദീപശിഖ അറിയപ്പെടുന്നത് എറ്റേണൽ ഫ്ലെയിം എന്ന പേരിലാണ്. ഇപ്പൊ ചൈനയിൽ വെച്ച് നടന്ന 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക ദീപശിഖ എറ്റേണൽ ഫ്ലെയിം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി 19ാമത്തെ ഏഷ്യൻ ഗെയിംസിന്റെ മുദ്രാവാക്യം എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഹാർട്ട് ടു ഹാർട്ട് അത്ലറ്റ് ഫ്യൂച്ചർ എന്നാണ്. 19ാമത്തെ ഏഷ്യൻ ഗെയിംസിന്റെ
മുദ്രാവാക്യം എന്താണെന്ന് ചോദിച്ചാൽ ഹാർട്ട് അത്രേറ്റ് ഫ്യൂച്ചർ എന്നതാണ് മുദ്രാവാക്യം. ഹാർട്ട് ടു ഹാർട്ട് അത്രേറ്റ് ഫ്യൂച്ചർ എന്നതാണ് 19ാമത്തെ ഏഷ്യൻ ഗെയിംസിന്റെ മുദ്രാവാക്യം എന്ന കാര്യം ഓർക്കുക. 19ാമത്തെ ഏഷ്യൻ ഗെയിംസ് ചൈനയിൽ വെച്ച് നടക്കുന്നു. ഈ ഒരു ഏഷ്യൻ ഗെയിംസിന്റെ മുദ്രാവാക്യം ഹാർട്ട് ടു ഹാർട്ട് അത്രേറ്റ് ഫ്യൂച്ചർ എന്നാണ്. 19ാമത്തെ ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാകകൾ ഏന്തിയവരാരെല്ലാമാണ്? സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയതാരാണ്? ഈ രണ്ട് ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. 19ാമത്തെ ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് വരുമ്പോൾ അവിടെ ഇന്ത്യൻ പതാക ഏന്തിയ രണ്ട് വ്യക്തികളുടെ പേര് ഓർത്തിരിക്കുക. അതിലൊന്ന് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ നയിച്ച ക്യാപ്റ്റനായ ഹർമൻപ്രീത് സിംഗ് എന്ന പേര് ഒന്നാമതായിട്ട് പഠിച്ചു വെക്കുക. നമ്മൾ പരിചയപ്പെടുന്ന പേര് ഹർമൻപ്രീത് സിംഗ് ആണ്. ഹർമൻപ്രീത് സിംഗ് എന്ന പേര് ഓർത്തിരിക്കുക. ഇദ്ദേഹം 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു പേരാണ് ലവ്ലീന ബോർഗോഗെയ്ൻ. മറ്റൊരു പേര് നമ്മളിവിടെ പരിചയപ്പെടുന്നു, ലവ്ലീന ബോർഗോഗെയ്ൻ എന്ന പേര് ഓർക്കുക. ലവ്ലീന ബോർഗോഗെയ്ൻ. അപ്പോൾ ഇവിടെ ആരാണ്? ഒരു ഇന്ത്യൻ ബോക്സർ ആണെന്ന് കാര്യം ഓർക്കുക. ഒളിമ്പിക്സ് മെഡലൊക്കെ നേടിയിട്ടുള്ള ഇന്ത്യൻ ബോക്സറാണ്. ഇവർ 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തു. അപ്പോൾ ഇവിടെ എന്താണ്? 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഒന്ന് ഹർമൻപ്രീത് സിംഗ് എന്ന പേര് ഓർത്തിരിക്കുക. അവർ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനാണ്. മറ്റൊന്ന് ഇന്ത്യൻ വനിതാ ബോക്സറായിട്ടുള്ള ലവ്ലീന ബോർഗോഗെയ്ൻ എന്ന പേര് ഓർത്തിരിക്കുക. ഇന്ത്യൻ വനിതാ ബോക്സറായിട്ടുള്ള ലവ്ലീന ബോർഗോഗെയ്ൻ അവരുമാണ് ഈ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത്. ഇനി ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയതാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മലയാളിയായ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പറായ PR ശ്രീജേഷ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പറായ പുരുഷ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പറായ മലയാളിയായ PR ശ്രീജേഷ് ആണ്. അപ്പോൾ 19ാമത്തെ ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങ് അവിടെ ഇന്ത്യൻ പതാക ഏന്തിയ രണ്ട് വ്യക്തിത്വങ്ങൾ, ഒന്ന് ഹർമൻപ്രീത് സിംഗും മറ്റൊരു പേര് ലവ്ലീന ബോർഗോഗെയ്ൻ. ഹർമൻപ്രീത് സിംഗ് ആരാണെന്ന് വെച്ചാൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ. മറ്റൊന്ന് ലവ്ലീന ബോർഗോഗെയ്ൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യൻ വനിതാ ബോക്സറാണ്. ഇനി സമാപന ചടങ്ങിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പറായിട്ടുള്ള PR ശ്രീജേഷ് മലയാളിയാണ്. അദ്ദേഹമാണ് സമാപന ചടങ്ങിൽ ഈ പറയുന്ന ഇന്ത്യൻ പതാക ഏന്തിയത്. ഇനി 19ാമത്തെ ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് മെഡലുകളിലേക്കാണ് നമ്മൾ വരുന്നത്. 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യക്ക് ലഭിച്ച സ്വർണ്ണ മെഡലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് 19ാമത്തെ ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് തരാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ ക്രിക്കറ്റ് എന്ന കായിക ഇനം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് നൽകുകയാണ്. 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ ക്രിക്കറ്റ് എന്ന കായിക ഇനം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് തരികയാണെങ്കിൽ അതെന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് ക്രിക്കറ്റ് എന്ന കായിക ഇനം 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ പുരുഷ വിഭാഗം ക്രിക്കറ്റ് ടീമും വനിതാ വിഭാഗം ക്രിക്കറ്റ് ടീമും പങ്കെടുത്തു. 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയത് പുരുഷ വിഭാഗത്തിലും അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിലും ആര് തന്നെയാണ്? ഇന്ത്യ തന്നെയാണ്. 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ ക്രിക്കറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും കപ്പുയർത്തിയത് ഇന്ത്യയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി 19ാമത്തെ ഏഷ്യൻ ഗെയിംസിലേക്ക് വരുമ്പോൾ 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ പുരുഷ വിഭാഗത്തിൽ കപ്പുയർത്തിയ ഇന്ത്യൻ ടീം ക്രിക്കറ്റിലാണ് പറയുന്നത്. അതിൽ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ആരാണ്? ഋതുരാജ് ഗെയ്ക്വാദ് എന്ന പേര് ഓർത്തിരിക്കുക. ഋതുരാജ് ഗെയ്ക്വാദ് എന്ന പേരാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ എന്താണ് നമ്മൾ പരിചയപ്പെട്ടത്? 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ ക്രിക്കറ്റ് ഇനത്തിൽ പുരുഷ വിഭാഗം ടീം സ്വർണം നേടി. അപ്പോൾ അവിടെ ആരായിരുന്നു ക്യാപ്റ്റൻ എന്ന് ചോദിച്ചാൽ ഋതുരാജ് ഗെയ്ക്വാദ് ആണ്. അതേ സമയത്ത് വനിതാ വിഭാഗത്തിൽ ആരായിരുന്നു നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ചോദിച്ചാൽ ഹർമൻപ്രീത് കൗർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ വനിതാ വിഭാഗത്തിൽ ആരാണ്? ഹർമൻപ്രീത് കൗർ എന്ന പേര് ഓർക്കുക. അപ്പോൾ തൊട്ടു മുമ്പ് നമ്മൾ പരിചയപ്പെട്ട ഒരു പേരാണ് ഹർമൻപ്രീത് സിംഗ്. അത് പുരുഷ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു.
ഇത് ഹർമൻപ്രീത് കൗറാണ്. പരസ്പരം മാറിപ്പോകരുത്. അപ്പോൾ 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ ക്രിക്കറ്റ് ഒരു ഇനമായിരുന്നു. പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യയാണ് കപ്പുയർത്തിയത്. പുരുഷ വിഭാഗത്തിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദും അതേസമയത്ത് വനിതാ വിഭാഗത്തിൽ ഹർമൻപ്രീത് കൗറുമാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ കബഡി ഒരു ഇനമായിരുന്നു എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് കബഡി ഒരു ഇനമായിരുന്നു അല്ലെ. 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ കബഡി ഉണ്ടായിരുന്നു. ഇതിൽ പുരുഷ വിഭാഗത്തിലും അതേപോലെ തന്നെ വനിതാ വിഭാഗത്തിലും കപ്പുയർത്തിയത് നമ്മുടെ ഇന്ത്യയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും കബഡി എന്ന ഇനത്തിൽ കപ്പുയർത്തിയത് ഇന്ത്യൻ ടീമാണ്. 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ഹോക്കി ടീം ഗോൾഡ് മെഡൽ നേടി എന്നതാണ് മറ്റൊന്ന്. അപ്പോൾ നമ്മുടെ ഹോക്കിയിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ഹോക്കി ടീം എന്താണ് ഗോൾഡ് മെഡൽ നേടി എന്നതാണ് അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഈ പുരുഷ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ഓൾറെഡി പരിചയപ്പെട്ടു കഴിഞ്ഞു. ഹർമൻപ്രീത് സിംഗ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഹർമൻപ്രീത് കൗർ നമ്മുടെ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ്. ഹർമൻപ്രീത് സിംഗ് പുരുഷ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനാണ്. 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ ബാഡ്മിന്റൺ ഇനത്തിലേക്ക് വരുമ്പോൾ 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ ബാഡ്മിന്റൺ ഇനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഡബിൾസ് വിഭാഗത്തിൽ ഇന്ത്യൻ ടീം എന്താണ് കപ്പുയർത്തി. അപ്പോൾ 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ ബാഡ്മിന്റണിലേക്ക് വരുമ്പോൾ അവിടെ ഡബിൾസ് വിഭാഗത്തിൽ ആര് കപ്പുയർത്തി? ഇന്ത്യൻ ടീം കപ്പുയർത്തി. ഡബിൾസ് വിഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ രണ്ട് വ്യക്തികളുടെ പേരാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഡബിൾസ് എന്ന് പറയുമ്പോൾ രണ്ട് കളിക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ ആ കപ്പുയർത്തിയ ആ രണ്ട് കളിക്കാർ, അതായത് ഗോൾഡ് മെഡൽ നേടിയ ആ രണ്ട് കളിക്കാരിൽ ഒരാളുടെ പേര് സാത്വിക് സായിരാജ് ആണ്. ഇപ്പോൾ ഒരാളുടെ പേര് ഓർത്തിരിക്കുക, സാത്വിക് സായിരാജ്. അപ്പോൾ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം, സാത്വിക് സായിരാജ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരമായിട്ട് വരേണ്ടത് ബാഡ്മിന്റൺ ആണ്. അപ്പോൾ അതായത് പൂർണ്ണനാമം സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി എന്നാണ് നാമം. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, സാത്വിക് സായിരാജ് 19ാമത്തെ ഏഷ്യൻ ഗെയിംസിലെ ബാഡ്മിന്റൺ വിഭാഗത്തിൽ ഡബിൾസിൽ ഗോൾഡ് മെഡൽ നേടിയ ആ ഒരു ടീമിലെ അംഗമാണ് സാത്വിക് സായിരാജ്. അപ്പോൾ സാത്വിക് സായിരാജ് ബാഡ്മിന്റണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി മറ്റൊരു പേര് ഓർത്തിരിക്കുക, ചിരാഗ് ഷെട്ടി എന്നാണ്. അപ്പോൾ അടുത്തൊരു പേര് ഓർത്തിരിക്കുക, ചിരാഗ് ഷെട്ടി. അപ്പോൾ ഇവിടെ ചിരാഗ് ഷെട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ ബാഡ്മിന്റൺ ഡബിൾസ് വിഭാഗത്തിൽ കപ്പുയർത്തിയത് ഇന്ത്യയാണ്. അതിൽ ഉണ്ടായിരുന്ന രണ്ട് കളിക്കാർ സാത്വിക് സായിരാജും മറ്റൊരു പേര് ചിരാഗ് ഷെട്ടിയുമാണ്. ഇനി ടെന്നീസ് മിക്സഡ് ഡബിൾസിൽ 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ ടെന്നീസിൽ 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ ടെന്നീസിൽ എന്താണ് മിക്സഡ് ഡബിൾസ് ആണ്. മിക്സഡ് ഡബിൾസിൽ ആരാണ് കപ്പുയർത്തിയത്? ഇന്ത്യയാണ് കപ്പുയർത്തിയത്. അപ്പോൾ അവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഋതുജ ബോസ്ലെയും മറ്റൊരാളാരാണ്? രോഹൻ ബൊപ്പണ്ണയുമാണ്. അപ്പോൾ ആ ഒരു ടീമിലുണ്ടായിരുന്ന കളിക്കാരാണ് ഈ പറയുന്ന പേരുകൾ ഓർത്തിരിക്കുക. രോഹൻ ബൊപ്പണ്ണയുമായി ബന്ധപ്പെട്ട് ഇന്ന് വാർത്തയിൽ ഇടം പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. 42ാമത്തെ വയസ്സിൽ ലോക റാങ്കിങ്ങിൽ ടെന്നീസിൽ 1ാം റാങ്കിൽ എത്തിയിരിക്കുകയാണ്. അതായത് ഡബിൾസിൽ 1ാം റാങ്കിൽ എത്തിയിരിക്കുകയാണ്. ഡബിൾസ് ഇനത്തിൽ 1ാം റാങ്കിൽ എത്തിയിരിക്കുന്ന വ്യക്തിയാണ് രോഹൻ ബൊപ്പണ്ണ. അപ്പം ഏറ്റവും കൂടിയ പ്രായത്തിൽ ഈ 1ാം റാങ്കിലേക്ക് എത്തുന്ന വ്യക്തി എന്നൊരു ഇത് ആർക്ക് ലഭിക്കുകയാണ്? രോഹൻ ബൊപ്പണ്ണയ്ക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ്. വരാൻ പോകുന്ന പരീക്ഷകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു രീതിയിലും ഈ ഒരു പേര് പഠിച്ചു വെക്കണം. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഋതുജ ബോഷ്ലെയും മറ്റൊരു പേര് രോഹൻ ബൊപ്പണ്ണയാണ്. അപ്പോൾ ഇവർ രണ്ടും ഏത് കായികനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ ടെന്നീസാണ്. അപ്പോൾ 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ ടെന്നീസിൽ മിക്സഡ് ഡബിൾസ് ഇനത്തിൽ കപ്പുയർത്തിയ ഇന്ത്യൻ ടീം, അതായത് ഗോൾഡ് മെഡൽ നേടിയ ഇന്ത്യൻ ടീമിലെ അംഗങ്ങളാണ് ഋതുജ ബോഷ്ലെയും മറ്റൊരു പേര് രോഹൻ ബൊപ്പണ്ണയുമാണ്. ഇനി അടുത്തത് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത്. 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിംഗ് ഇനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇന്ത്യക്ക് 7 സ്വർണ്ണ മെഡലുകളാണ് ലഭിച്ചത്. 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിംഗ് ഇനത്തിലേക്ക് വരുമ്പോൾ 7 സ്വർണ്ണ മെഡലാണ് ലഭിച്ചിരിക്കുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. അതിൽ 2 ഒഴികെ ബാക്കിയെല്ലാം ടീം ഇനത്തിലാണ് ലഭിച്ചിരിക്കുന്നത്. 7 2 ഒഴികെ ബാക്കി 5 എന്താണ്
ടീം ഇനത്തിലാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിംഗ് ഇനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു 7 സ്വർണം ലഭിച്ചു എന്ന്. അതിൽ 5 എണ്ണം ടീം ഇനത്തിലേക്കാണ് വരുന്നത്. അതിലൊന്ന് പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗം. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീമിന് എന്ത് ലഭിച്ചു? ഗോൾഡ് ലഭിച്ചു. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീമിന് 19ാമത് ഏഷ്യൻ ഗെയിംസിൽ എന്താണ് ലഭിച്ചത്? ഗോൾഡ് മെഡൽ ലഭിച്ചു. 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത മെഡൽ എന്ന് പറയുന്നത് വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ ടീമിനാണ് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അടുത്ത ഗോൾഡ് മെഡൽ ലഭിക്കുന്നത്. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം, വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ ടീം. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ടീമിന് 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡ് മെഡൽ ലഭിച്ചു. അതോടൊപ്പം തന്നെ പുരുഷന്മാരുടെ ട്രാപ്പ് ടീമിന് 19ാമത് ഏഷ്യൻ ഗെയിംസിന് ഗോൾഡ് മെഡൽ ലഭിച്ചു. ഇനി പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ടീമിനും എന്ത് ലഭിച്ചു? പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ടീമിനും ഗോൾഡ് മെഡൽ ലഭിച്ചു. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ എത്ര മെഡൽ ഷൂട്ടിങ്ങിൽ ലഭിച്ചു എന്ന് ചോദിച്ചാൽ 7 എണ്ണമാണ്. അതിൽ 5 എണ്ണം എന്ന് പറയുന്നത് ടീം ഇനത്തിലാണ്. അവ നമ്മൾ പരിചയപ്പെട്ടു. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീമിന്, പിന്നെ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ ടീമിന്, പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ടീമിന്, പുരുഷന്മാരുടെ ട്രാപ്പ് ടീമിന്, പിന്നെ പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ടീമിന്. ഇനി പറയാൻ പോകുന്ന 2 മെഡലുകൾ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഇനി പറയാൻ പോകുന്ന 2 മെഡലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വ്യക്തികൾക്ക് ലഭിക്കുന്നു. അതായത് 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ഈ ഒരു ഇനത്തിൽ ഷിഫ്റ്റ് കുമാർ സംറ എന്ന് പറയുന്ന വ്യക്തിക്കാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. സ്വിഫ്റ്റ് കുമാർ സംറ എന്ന് പറയുന്ന വ്യക്തിക്ക് അവാർഡ് ലഭിച്ചു. ഇനി മറ്റൊന്ന് പാലക് ഗുലിയ എന്ന് പറയുന്ന വ്യക്തിക്ക് 10 മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ ലഭിച്ചു. അപ്പോൾ മുമ്പ് PSC പരീക്ഷയിലൊക്കെ ഇത്തരത്തിൽ മെഡൽ ലഭിക്കുമ്പോൾ എത്ര മീറ്റർ എന്നൊക്കെ എടുത്ത് ചോദിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് നടന്ന 10th ലെവൽ മെയിൻ പരീക്ഷയിലൊക്കെ നമ്മൾ അത് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി പഠിച്ചു വെക്കുക. പാലക് ഗുലിയ എന്ന പേര് മറക്കരുത്. ഏഷ്യൻ ഗെയിംസ് 2023 നടന്നപ്പോൾ 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ 10 മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ 10 മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയ വനിതാ താരമാണ് പാലക് ഗുലിയ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ പാലക് ഗുലിയയ്ക്ക് എന്ത് ലഭിച്ചു? ഗോൾഡ് മെഡൽ ലഭിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാനുള്ളത് അത്ലറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് എത്ര ഗോൾഡ് മെഡൽ ലഭിച്ചു എന്ന് ചോദിച്ചാൽ അവിടെ 6 എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഷൂട്ടിങ്ങിൽ 7 അത്ലറ്റിക്സിലേക്ക് വരുമ്പോൾ 6 ഗോൾഡ് മെഡലാണ് 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ചത്. 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ അത്ലറ്റിക്സ് ഇനത്തിലേക്ക് വരുമ്പോൾ 6 ഗോൾഡ് മെഡലുകളാണ് ഇന്ത്യൻ ടീം നേടിയിരിക്കുന്നത്. അതായത് ഇന്ത്യ നേടിയിരിക്കുന്നത് 6 ഗോൾഡ് മെഡലാണ്. അതിൽ ഒന്നാമതായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്ന പേര് അവിനാഷ് സാബ്ലെ എന്ന പേരാണ്. അദ്ദേഹത്തിന് 300 മീറ്റർ സ്റ്റിപ്പിൾ ചേസ് ഇനത്തിലാണ് ഗോൾഡ് മെഡൽ നേടിയത്. നമ്മൾ പരിചയപ്പെടുന്നത് 19ാമത് ഏഷ്യൻ ഗെയിംസിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ 6 ഗോൾഡ് മെഡലുകൾ ഇന്ത്യ നേടി. അതിൽ ഒന്നാമത്തെ മെഡൽ അവിനാഷ് സാബ്ലെ എന്നതാണ് പരിചയപ്പെട്ടത്. ഏത് ഇനത്തിനാണെന്ന് ചോദിച്ചാൽ 3000 മീറ്റർ, 300 മീറ്റർ അല്ല, 3000 മീറ്റർ സ്റ്റിപ്പിൾ ചേസ് ഇനത്തിനാണ് അദ്ദേഹത്തിന് മെഡൽ ലഭിച്ചത്. അവിനാഷ് സാബ്ലെ 3000 മീറ്റർ സ്റ്റിപ്പിൾ ചേസ് ഇനത്തിനാണ് അദ്ദേഹത്തിന് മെഡൽ ലഭിച്ചത്. 19ാമത്തെ ഏഷ്യൻ ഗെയിംസ് അത്ലറ്റിക്സ് വിഭാഗത്തിൽ 6 ഗോൾഡ് മെഡൽ ഇന്ത്യ നേടി. അതിൽ ഒന്നാമത് പരിചയപ്പെടുന്നു അവിനാഷ് സാബ്ലെ എന്ന പേര്. 3000 മീറ്റർ സ്റ്റിപ്പിൾ ചേസ് ഇനത്തിലാണെന്ന കാര്യം ഓർക്കുക. ഇനി രണ്ടാമത്തെ പേര് പരിചയപ്പെടുന്നു താജീന്ദർ പാൽ സിംഗ് ടൂർ എന്ന് പറയുന്ന പേരാണ്. ഷോട്ട് പുട്ട് ഇനത്തിലാണ് അദ്ദേഹത്തിന് ഗോൾഡ് മെഡൽ ലഭിക്കുന്നത്. താജീന്ദർ പാൽ സിംഗ് ടൂർ എന്ന പേര് ഓർത്തിരിക്കുക. ഏത് ഇനമാണെന്ന് ചോദിച്ചാൽ ഷോട്ട് പുട്ടാണ്. അപ്പോൾ അത്ലറ്റിക്സിലെ ഷോട്ട് പുട്ട് ഇനത്തിലെ മെഡൽ നേടുന്നു താജീന്ദർ പാൽ സിംഗ് ടൂർ എന്ന് പറയുന്ന വ്യക്തി. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് പാറുൾ ചൗധരിയാണ്. 5000 മീറ്റർ ഓട്ടത്തിന് ഗോൾഡ് മെഡൽ നേടി. പാറുൾ ചൗധരി 19ാമത് ഏഷ്യൻ ഗെയിംസിൽ 5000 മീറ്റർ ഓട്ടത്തിൽ ഗോൾഡ് മെഡൽ നേടി. പാറുൾ ചൗധരി 5000 മീറ്റർ ഓട്ടം 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടി. ഇനി ജാവലിൻ ത്രോയിൽ വനിതാ വിഭാഗത്തിൽ അന്നു റാണിയും പുരുഷ വിഭാഗത്തിൽ നീരജ് ചോപ്രയ്ക്കും എന്താണ്
ഗോൾഡ് ലെവൽ ലഭിച്ചു. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുന്ന ജാവലിൻ ത്രോയാണ്. വനിതാ വിഭാഗത്തിൽ അന്നു റാണി, പുരുഷ വിഭാഗത്തിൽ നീരജ് ചോപ്ര. ഇനി 4x400 മീറ്റർ റിലേയിൽ ഇന്ത്യൻ ടീമിന് എന്താണ് ഗോൾഡ് മെഡൽ ലഭിച്ചു. ഈ ഒരു ടീമിന്റെ പ്രത്യേകത 4 പേരിൽ 3 പേരെന്താണ് മലയാളികളാണ്. 4 പേരിൽ 3 പേർ മലയാളികളാണ്. അതിലൊന്ന് മുഹമ്മദ് അനസ്, രണ്ടാമത്തെ പേര് അമോജ് ജേക്കബ്, മൂന്നാമത്തെ പേര് അജ്മൽ മുഹമ്മദ്. അപ്പോൾ ഇവിടെ പരിചയപ്പെട്ട പേരുകൾ, ആദ്യം പരിചയപ്പെട്ടത് മുഹമ്മദ് അനസാണ്, രണ്ടാമത് പരിചയപ്പെട്ടു അമോജ് ജേക്കബ്, മൂന്നാമത് പരിചയപ്പെട്ടു അജ്മൽ മുഹമ്മദ്. അപ്പോൾ ഇവർ മൂന്നും എന്താണ് മലയാളികളാണ്. നാലാമത്തെ വ്യക്തി രാജേഷ് രമേഷ് ആണ്. അപ്പോൾ ഈ 4 പേരടങ്ങിയ റിലേ ടീമിന് ഗോൾഡ് മെഡൽ ലഭിച്ചു. 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ പുരുഷ വിഭാഗത്തിൽ 4x400 മീറ്റർ റിലേയിൽ ഗോൾഡ് മെഡൽ നേടിയത് ഇന്ത്യയാണ്. അതിൽ പങ്കെടുത്തത് 4 പേരിൽ 3 പേരെന്താണ് മലയാളികളാണ്. ഒന്ന് മുഹമ്മദ് അനസ്, അമോജ് ജേക്കബ്, അജ്മൽ മുഹമ്മദ്, പിന്നെ രാജേഷ് രമേഷ്. ഇവിടെ പരിചയപ്പെട്ട പേരുകൾ ഓർത്തിരിക്കണം. മുഹമ്മദ് അനസ്, അമോജ് ജേക്കബ്, അജ്മൽ മുഹമ്മദ്. മുഹമ്മദ് അനസ്, അമോജ് ജേക്കബ്, അജ്മൽ മുഹമ്മദ്, പിന്നെ നമ്മൾ പരിചയപ്പെട്ടത് രാജേഷ് രമേഷ് എന്ന പേരാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന അത്ലറ്റിക്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് 6 ഗോൾഡ് മെഡൽ ലഭിച്ചു. ആ പേരുകളാണ് നമ്മളിവിടെ പഠിച്ചത്. 3000 മീറ്റർ സ്റ്റിപ്പിൾ ചേസിൽ അവിനാഷ് സാബ്ലെ, ഷോട്ട് പുട്ട് ഇനത്തിൽ തജീന്ദർ പാൽ സിംഗ് തൂർ, 5000 മീറ്റർ ഓട്ടത്തിൽ വനിതകളുടെ 5000 മീറ്റർ ഓട്ടത്തിൽ പാരുൾ ചൗധരി, ജാവലിൻ ത്രോയിൽ വനിതാ വിഭാഗത്തിൽ അന്നു റാണിയും മറ്റൊന്ന് നീരജ് ചോപ്ര പുരുഷ വിഭാഗത്തിൽ. ഈ 4x400 മീറ്റർ റിലേ ടീമിന് ഗോൾഡ് ലഭിച്ചു. അതിൽ 3 മലയാളികളുണ്ടായിരുന്നു. മുഹമ്മദ് അനസ്, അമോജ് ജേക്കബ്, അജ്മൽ മുഹമ്മദ്, നാലാമതായിട്ട് രാജേഷ് രമേഷ് എന്നീ പേരുകൾ ഓർക്കുക. ഇനി അടുത്താണ് നമ്മൾ പരിചയപ്പെടുന്നത് 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ അമ്പെയ്ത്ത് വിഭാഗത്തിൽ 5 സ്വർണമാണ് ഇന്ത്യക്ക് ലഭിച്ചത്. നമ്മൾ ആദ്യം ഷൂട്ടിംഗ് പഠിച്ചു, 7 സ്വർണം. അതിനുശേഷം അത്ലറ്റിക്സിലേക്ക് വന്നു, 6 സ്വർണം. അതിനുശേഷം അമ്പെയ്ത്ത് 5 സ്വർണമാണ് ഇന്ത്യക്ക് 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ ലഭിച്ചിരിക്കുന്നത്. അതിൽ മിക്സഡ് ടീം കോമ്പൗണ്ട് ഇനത്തിൽ ജ്യോതി സുരേഖ വേനം, ഓജാസ് പ്രവീൺ ഡിയോട്ടേൽ ഇവരാണ് ഈ ഒരു ടീമിലുണ്ടായിരുന്നത്. ഇവർക്ക് എന്ത് ലഭിച്ചു? ഗോൾഡ് മെഡൽ ലഭിച്ചു എന്ന കാര്യം ഓർക്കാം. മിക്സഡ് ടീം കോമ്പൗണ്ട് ഇനത്തിൽ ജ്യോതി സുരേഖ വേനം, മറ്റൊരു പേരാണ് ഓജാസ് പ്രവീൺ ഡിയോട്ടേൽ. ജ്യോതി സുരേഖ വേനം, മറ്റൊരു പേര് ഓജാസ് പ്രവീൺ ഡിയോട്ടേൽ. ഇവരുടെ മിക്സഡ് ടീമാണ്. അപ്പോൾ മിക്സഡ് ടീം കോമ്പൗണ്ട് ഇനത്തിൽ അമ്പെയ്ത്തിൽ ഈ ഒരു ടീമിനാണ് എന്ത് ലഭിച്ചത്? ഗോൾഡ് മെഡൽ ലഭിച്ചത്. അപ്പോൾ ഈ 2 പേരുകൾ ഓർത്തിരിക്കുക. ഒന്ന് ജ്യോതി സുരേഖ വേനം, ഏത് കായികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമ്പെയ്ത്ത്. മറ്റൊന്ന് ഓജാസ് പ്രവീൺ ഡിയോട്ടേൽ, ഏത് കായികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമ്പെയ്ത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി വനിതകളുടെ കോമ്പൗണ്ട് ടീമിനും പുരുഷന്മാരുടെ കോമ്പൗണ്ട് ടീമിനും എന്താണ് ഗോൾഡ് മെഡൽ ലഭിച്ചു. അപ്പോൾ മൊത്തം 5 ഗോൾഡ് മെഡലാണ്. അതിലൊന്ന് മിക്സഡ് ടീം കോമ്പൗണ്ട് ഇനത്തിലാണ്, 2 വനിതകളുടെ കോമ്പൗണ്ട് ടീം, 3 പുരുഷന്മാരുടെ കോമ്പൗണ്ട് ടീമിന്. ഇനി വനിതകളുടെ കോമ്പൗണ്ട് വ്യക്തിഗത ഇനത്തിലേക്ക് വരുമ്പോൾ, അമ്പെയ്ത്തിൽ വനിതകളുടെ കോമ്പൗണ്ട് വ്യക്തിഗത ഇനത്തിലേക്ക് വരുമ്പോൾ അവിടെ ലഭിച്ച ആർക്ക് തന്നെയാണ്? ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ജ്യോതി സുരേഖ വേനത്തിനാണ്. ഇനി പുരുഷന്മാരുടെ കോമ്പൗണ്ട് വ്യക്തിഗത ഇനത്തിലേക്ക് വരുമ്പോൾ ഓജാസ് പ്രവീൺ ഡിയോട്ടേലിനാണ്. അപ്പോൾ മൊത്തം 5 ഇനങ്ങളാണ്. ഒന്നാമത് നമ്മൾ പരിചയപ്പെട്ടത് മിക്സഡ് ടീം കോമ്പൗണ്ട് ഇനത്തിൽ 2 പേരുകൾ, അതാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ജ്യോതി സുരേഖ വേനവും മറ്റൊന്ന് ഓജാസ് പ്രവീൺ ഡിയോട്ടേലും. അപ്പോൾ അവരാണ് ആ ഒരു മിക്സഡ് ടീമിൽ ഉണ്ടായിരുന്നത്. ഇനി അമ്പെയ്ത്തിൽ 2ാമത്തെ മെഡൽ ലഭിച്ചിരിക്കുന്നത്, ഗോൾഡ് ലഭിച്ചിരിക്കുന്നത് വനിതകളുടെ കോമ്പൗണ്ട് ടീമിനാണ്. പിന്നെ പുരുഷന്മാരുടെ കോമ്പൗണ്ട് ടീമിന് 3ാമത്തെ ഗോൾഡ് ലഭിച്ചു. ഇനി വനിതകളുടെ കോമ്പൗണ്ട് ഇനത്തിൽ വ്യക്തിഗത ഇനത്തിലേക്ക് വരുമ്പോൾ അവിടെ ആർക്ക് ലഭിച്ചിട്ടുണ്ട്? ജ്യോതി സുരേഖ വേനത്തിന് ലഭിച്ചിട്ടുണ്ട്. അതാണ് 4ാമത്തെ മെഡൽ. ഇനി പുരുഷന്മാരുടെ കോമ്പൗണ്ടിലെ വ്യക്തിഗത ഇനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഓജാസ് പ്രവീൺ ഡിയോട്ടേലിന് ലഭിച്ചു. അതാണ് 5ാമത്തത്. അപ്പോൾ ഈ 2 പേരുകൾ അവർ ഏത് കായികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ അമ്പെയ്ത്താണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് സ്ക്വാഷ് ഇനത്തിൽ ഇന്ത്യക്ക് 2 ഗോൾഡ് മെഡലാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ക്വാഷ് എന്ന് പറയുന്ന മത്സര ഇനവുമായി ബന്ധിപ്പിച്ചുകൊണ്ട്, അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് സ്ക്വാഷ് എന്ന് പറയുന്ന മത്സര ഇനത്തിലേക്ക് വരുമ്പോൾ അവിടെ 2 ഗോൾഡ് മെഡൽ ആർക്ക് ലഭിച്ചു? ഇന്ത്യക്ക് ലഭിച്ചു.
ഈ സ്ക്വാഷ് ഇനത്തിൽ 2 ഗോൾഡ് മെഡല് 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ചു. അതിലൊന്ന് മിക്സഡ് ഡബിൾസ് ഇനത്തിലാണ്. അപ്പോൾ ഒന്നെന്താണ്? മിക്സഡ് ഡബിൾസ് ഇനത്തിലാണ്. ഒന്നാമത് നമ്മൾ പരിചയപ്പെടുന്നത് മിക്സഡ് ഡബിൾസ് ഇനത്തിലാണെന്ന് കാര്യം ഓർത്തിരിക്കുക. മിക്സഡ് ഡബിൾസ് ഇനത്തിലാണ്. അത് ലഭിച്ചിരിക്കുന്നത് ഒന്ന് മലയാളിയായിട്ടുള്ള, ഈ ഒരു ടീമിലുണ്ടായിരുന്ന അംഗങ്ങളിൽ ഒരാൾ മലയാളിയാണ്. മലയാളിയായിട്ടുള്ള ദീപിക പള്ളിക്കലാണ്. മലയാളിയായിട്ടുള്ള ദീപിക പള്ളിക്കൽ എന്ന പേര് ഓർത്തിരിക്കുക. പിന്നെ ഈ ഒരു ടീമിലുണ്ടായിരുന്ന പുരുഷ അംഗമാണ് ഹരീന്ദർ പാൽ സിംഗ് സന്ധു എന്ന പേര് ഓർത്തിരിക്കുക. എന്താണ് നമ്മൾ പരിചയപ്പെട്ടത്? ഹരീന്ദർ പാൽ സിംഗ് സന്ധു എന്ന പേര് ഓർത്തിരിക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് സ്ക്വാഷ് എന്ന് പറയുന്ന ഇനമാണ്. ആ ഒരു കായിക ഇനം 2023 നടന്ന 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ ഉണ്ടായിരുന്നു. അതിൽ മിക്സഡ് ഡബിൾസ് ഇനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇന്ത്യക്കാണ് ഗോൾഡ് ലഭിച്ചത്. അതിലുണ്ടായിരുന്ന 2 വ്യക്തിത്വങ്ങൾ, ഒന്ന് മലയാളിയായ ദീപിക പള്ളിക്കൽ. അപ്പോൾ അവർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ സ്ക്വാഷ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. മറ്റൊരു പേര് ഹരീന്ദർ പാൽ സിംഗ് സന്ധു എന്ന പേര് ഓർക്കുക. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെട്ട പേര് ഹരീന്ദർ പാൽ സിംഗ് സന്ധു ആണ്. സ്ക്വാഷുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഹരീന്ദർ പാൽ സിംഗ് സന്ധു. ഇനി മറ്റൊന്ന്, ഈ പറയുന്ന സ്ക്വാഷിന്റെ പുരുഷ ടീമിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? ഈ ഒരു ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അതാണ് 2 ഗോൾഡ് മെഡൽ എന്ന് പറയുന്നത്. ഇനി 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ മറ്റ് പ്രധാനപ്പെട്ട മെഡലുകളിലേക്ക് വരുമ്പോൾ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റ് പ്രധാനപ്പെട്ട മെഡലിലേക്ക് വരുമ്പോൾ, അവിടെ വനിതകളുടെ 60 കിലോ വിഭാഗം വുഷു മത്സരത്തിൽ 60 കിലോ വിഭാഗം വുഷു മത്സരത്തിൽ വെള്ളി മെഡൽ നേടിയത് ഇന്ത്യക്കാരിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് നയോറം റോഷിബിന ദേവി എന്നതാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ പേര് ഓർത്തിരിക്കുക. നയോറം റോഷിബിന ദേവി എന്നതാണ് ഈ ഒരു കായിക താരത്തിൻ്റെ പേര്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് വനിതകളുടെ 60 കിലോ വുഷു വിഭാഗത്തിൽ ആ ഒരു ഗെയിമിൽ ഇന്ത്യക്ക് വെള്ളി ലഭിച്ചു 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ. അത് ലഭിച്ചത് നയോറം റോഷിബിന ദേവിക്കാണ്. നയോറം റോഷിബിന ദേവിക്കാണ് ഈ ഒരു മെഡൽ ലഭിച്ചത്. നയോറം റോഷിബിന ദേവിക്കാണ് ഈ ഒരു മെഡൽ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ ഏത് കായികനും? വുഷു എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത്, ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ഗോൾഫ് താരം ആരെന്ന് ചോദിക്കും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ഗോൾഫ് താരം ആരെന്ന് ചോദിച്ചാൽ ഉത്തരം അദിതി അശോക് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അദിതി അശോക്. അവർക്ക് 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ വെള്ളി മെഡലാണ് ലഭിച്ചത്. ഏത് മെഡലാണ് ലഭിച്ചത്? വെള്ളി മെഡലാണ് ലഭിച്ചത്. 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ ഗോൾഫ് ഇനത്തിലേക്ക് വരുമ്പോൾ അവിടെ മെഡൽ നേടിയത് അദിതി അശോക് വെള്ളി മെഡൽ നേടി. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഏഷ്യൻ ഗെയിംസിൽ ഒരു ഇന്ത്യൻ വനിതാ താരം എന്താണ്? ഗോൾഫ് ഇനത്തിൽ മെഡൽ നേടുകയാണ്. അതാരാണ്? അദിതി അശോക് വെള്ളി മെഡലാണ് നേടിയത്. ഇനി വനിതകളുടെ 100 മീറ്റർ ഹഡിൽസിൽ വെള്ളി മെഡൽ നേടി ജ്യോതി യറാജി. ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന പേര് ഓർക്കാം, ജ്യോതി യറാജി. ഇവിടെ 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 100 മീറ്റർ ഹഡിൽസിൽ എന്താണ്? വെള്ളി മെഡലാണ് ഇവർ നേടിയത്. ഇവരെന്താണ്? വെള്ളി മെഡൽ നേടി 100 മീറ്റർ ഹഡിൽസിൽ. ഇനി പുരുഷന്മാരുടെ 800 മീറ്റർ ഓട്ടത്തിൽ വെള്ളി നേടി മലയാളിയായ മുഹമ്മദ് അഫ്സൽ എന്ന കാര്യം ഓർക്കാം. ചോദിക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പുരുഷന്മാരുടെ 800 മീറ്റർ ഓട്ടത്തിൽ എന്ത് നേടി? വെള്ളി മെഡൽ നേടി. ആരാണ്? മലയാളിയായിട്ടുള്ള മുഹമ്മദ് അഫ്സൽ എന്ന കാര്യം ഓർക്കുക. മുഹമ്മദ് അഫ്സൽ. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് മുഹമ്മദ് അഫ്സൽ എന്ന പേരാണ്. 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ 800 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരമാണ്. നമ്മുടെ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ ബോക്സിംഗ് താരമാണ്, വനിതാ ബോക്സിംഗ് താരമാണ് ലവ്ലീന ബോർഗോഹെയ്ൻ. അപ്പോൾ വനിതാ ബോക്സിംഗ് താരമാണ് ലവ്ലീന ബോർഗോഹെയ്ൻ. ഇവർക്ക് 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ 75 കിലോ ബോക്സിംഗ് വിഭാഗത്തിൽ എന്ത് ലഭിച്ചു? വെള്ളി മെഡൽ ലഭിച്ചു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക.
ഇപ്പോൾ 19ാമത്തെ ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ വ്യക്തികളിൽ ഒരാളാണ് വനിതാ ബോക്സറായ ലവ്ലീന ബോർഗോഹെയ്ൻ. ഇവർക്ക് 75 കിലോ ബോക്സിംഗ് വിഭാഗത്തിൽ 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ എന്ത് ലഭിച്ചിട്ടുണ്ട്? വെള്ളി മെഡൽ ലഭിച്ചിട്ടുണ്ട്. ഇനി 1500 മീറ്റർ ഓട്ടം, 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ 1500 മീറ്റർ ഓട്ടത്തിൽ വെങ്കലം ലഭിച്ചു നമ്മുടെ മലയാളിയായ ജിൻസൺ ജോൺസന്. മലയാളിയായ ജിൻസൺ ജോൺസൺ എന്ന പേര് ഓർത്തിരിക്കുക. അപ്പം മലയാളിയായിട്ടുള്ള ജിൻസൺ ജോൺസൺ. അപ്പം നമ്മൾ പരിചയപ്പെട്ടത് 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ 1500 മീറ്റർ ഓട്ടത്തിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരമാണ് ജിൻസൺ ജോൺസൺ എന്ന പേര് ഓർക്കുക. ഇനി വനിതാ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ മലയാളിക്ക് ലഭിച്ചു ആൻസി സോജൻ. ആൻസി സോജൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ്? നമ്മുടെ ലോങ് ജമ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ ലോങ് ജമ്പിൽ പങ്കെടുത്ത വനിതകളുടെ ലോങ് ജമ്പിൽ പങ്കെടുത്ത ആൻസി സോജന് എന്ത് ലഭിച്ചിട്ടുണ്ട്? വെള്ളി മെഡൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ 1500 മീറ്റർ ഓട്ടത്തിൽ വെങ്കലം നേടിയ മലയാളി ജിൻസൺ ജോൺസൺ. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി വനിത ആൻസി സോജൻ. പുരുഷ സിംഗിൾസ് ബാഡ്മിൻ്റണിൽ വെങ്കലം നേടി മലയാളിയായ HS പ്രണോയ്. അപ്പോൾ HS പ്രണോയിയുടെ കായിക ഇനം ഏത്? ബാഡ്മിൻ്റൺ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹം 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ ബാഡ്മിൻ്റണിൽ പുരുഷ സിംഗിൾസിൽ മത്സരിക്കുകയും അതിൽ വെങ്കല മെഡൽ നേടുകയും ചെയ്തു. അപ്പോൾ 19ാമത്തെ ഏഷ്യൻ ഗെയിംസിൽ പുരുഷ സിംഗിൾസിൽ ബാഡ്മിൻ്റൺ ഇനത്തിൽ വെങ്കലം നേടിയ വ്യക്തി HS പ്രണോയ് എന്ന പേര് ഓർത്തിരിക്കുക. ഇനി പ്രധാനപ്പെട്ട പോയിന്റുകൾ, ഈ പറയുന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഇത്ര നേരം പരിചയപ്പെട്ടത്. 2026 അടുത്ത ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് നമ്മുടെ ജപ്പാനിൽ വെച്ചിട്ടാണ്. ജപ്പാനിലെ ഐച്ചി നഗോയ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത് 2026. അപ്പോൾ 2026 നമുക്കറിയാം 2022 നിശ്ചയിച്ചിരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് 4 വർഷമാണ് കണക്കാക്കുക. അപ്പോൾ 2023 എന്ന് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കും 2027 പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, 2022 മാറ്റിയിട്ടാണ് 2023 ആക്കിയത്. അപ്പോൾ 2022 വെച്ചിട്ട് അങ്ങോട്ട് 4 വർഷം. അപ്പോൾ 2026 ജപ്പാനിലെ ഐച്ചി നഗോയ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അടുത്ത ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത്, 20ാമത്തെ ഏഷ്യൻ ഗെയിംസ്. അപ്പോൾ 2018 ഇതിനു മുമ്പ് 18ാമത്തെ നടന്നത് ഏഷ്യൻ ഗെയിംസ് എവിടെയാണ്? നമ്മുടെ ജക്കാർത്തയിലാണ്. ഇന്തോനേഷ്യയുടെ ജക്കാർത്തയിൽ വെച്ചിട്ടായിരുന്നു 2018 18ാമത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത്. 2023 19ാമത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിലാണ്. ചൈനയിലെ ഹാങ്ഷോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. 2026 20ാമത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത് ജപ്പാനിലെ ഐച്ചി നഗോയ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ. വരാൻ പോകുന്ന പരീക്ഷകളിൽ ഇതിൽ നിന്നൊരു ചോദ്യം നമുക്ക് നിർബന്ധമായും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഓരോ പോയിന്റുകളും കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഗുണപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ക്ലാസ് കാണുന്ന മുറയ്ക്ക് തന്നെ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒന്നും കൂടെ കേൾക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനുള്ളിൽ അത് ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.